ബന്ധുവായ പെന്തക്കോസ്ത് വിശ്വാസിയുടെയും കുട്ടികളുടെയും മതപരിവർത്തനത്തിനായുള്ള ആസൂത്രിത നീക്കത്തിൽ തകർന്നു പോകുമായിരുന്ന ഒരു കുടുംബം നേരിട്ട പ്രതിസന്ധികൾ തുറന്നു പറയുകയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിനി നിഷയും ഭർത്താവ് അനിലും. മതം മാറാൻ അനിൽ താൽപ്പര്യം പ്രകടിപ്പിക്കാത്തതോടെ അനിലുമായി ബന്ധം ഒഴിയാൻ നിർബന്ധിച്ചതായും മികച്ച ജോലി വാഗ്ദാനം ചെയ്തുവെന്നും നിഷ പറയുന്നു. പിതാവിന് 5000 രൂപ മാസ പെൻഷൻ അടക്കമാണ് മതം മാറാൻ അനിലിന് മുന്നിൽ അവതരിപ്പിച്ച പാക്കേജ്. നേരത്തെ തന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മാറിയ ബന്ധു ശരണയുടെ നേതൃത്വത്തിൽ നിഷയെയും കുടുംബത്തെയും അപ്പാടെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് മാറ്റാൻ നടത്തിയ നീക്കങ്ങളാണ് നിഷയും ഭർത്താവ് അനിലും വിശദീകരിക്കുന്നത്. അനിലിന്റെ പിതാവിന് 5000 രൂപ മാസ പെൻഷനടക്കം വാഗ്ദാനം നൽകിയാണത്രേ മതം മാറ്റാൻ ശ്രമം നടന്നത്. ഇതിന് തയ്യാറാകാഞ്ഞതോടെ തന്നിൽ നിന്ന് ഭാര്യ നിഷയെ അകറ്റുകയാണ് ഉണ്ടായതെന്നും അനിൽ പറയുന്നു. അവരിലേക്കാണ് വന്നത്. കാര്യം വീട്ടിൽ അത്യാവശ്യം കുഴിയും കാര്യങ്ങളും പരിസരത്തൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് എൻ്റെ. അപ്പം അത് അവിടെ മണ്ണിറക്കി ഇട്ട് തരാം, അതുപോലെ തന്നെ തറയൊക്കെ ഇട്ട് തരാം. അതുപോലെ മാസം ഒരു 5000 രൂപ പ്രതിമാസം ഒരു പെൻഷൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഞങ്ങളുടെ ഒരു സഭയിലേക്ക് നിങ്ങൾ കൺവേർട്ട് ആവുന്ന പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ, ഞങ്ങളൊരു പുരാതന ക്ഷേത്ര ആചാരങ്ങളും അതുപോലെ ഹിന്ദുത്വത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഭാര്യയെ മൈൻഡ് മാറ്റി കറക്റ്റായിട്ടും അതിനെ ഉള്ളിലേക്ക് ഈ ഒരു മതത്തിൻ്റെ വിഷം കുത്തിയിറക്കി കുഞ്ഞിനെയും കൊണ്ടുവന്നൊരു പള്ളി അങ്കണത്തിൽ കൊണ്ടുപോയി. ഞാനൊരു ദിവസം സോഷ്യൽ മീഡിയ കാണുമ്പം കുഞ്ഞിങ്ങനെ കൈയൊക്കെ പൊക്കി എൻ്റെ ഭാര്യ കമ്മലൊന്നും ഇല്ലാതെ ഒരു ബൈബിളും കൈ പിടിച്ചിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ അടുത്ത് മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കി മതം മാറാനുള്ള കാര്യങ്ങളും കുറേ വാഗ്ദാനങ്ങൾ തന്നു. പക്ഷേ ന്യൂക്ലിയർ ബോംബിനെക്കാട്ടിലും അതിശക്തമായ രീതിയിലാണ് ഈ ഒരു സാധനം മതത്തിൻ്റെ ഭ്രാന്ത് കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഒരു അസുഖമില്ലായിരുന്ന എൻ്റെ ഭാര്യയെ എൻ്റെ കുഞ്ഞും കൂടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു 10-20 ദിവസം കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഈ ഒരു ശരണീയ കാരണം ഇതുണ്ടായത്. നിഷയെ കുളിപ്പിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ആഭരണങ്ങൾ ഊരിമാറ്റിയതായും മകന്റെ പേര് മാറ്റിയതായും നിഷയെക്കൊണ്ട് ഭർത്താവിനെതിരെ അടക്കം കള്ളപ്പരാതികൾ കൊടുപ്പിച്ചതായും തന്റെ രോഗത്തിനുള്ള മരുന്ന് കഴിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്നും നിഷ പറയുന്നു. എന്നെ കുളിപ്പിച്ചു, തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു. എന്നിട്ട് അതായിരിക്കും ഇനി സ്നാനപ്പെടുക എന്ന് പുള്ളിക്കാരിയുടെ മനസ്സിലുള്ളത് അതാണോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരി തലയിൽ കൂടെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എനിക്ക് വൈറ്റ് ഡ്രസ്സ് മാത്രമേ ഇടാൻ തരത്തുള്ളൂ. എന്നിട്ട് ആ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പുള്ളിക്കാരി അന്ന് തന്നെ എന്നെയും കുഞ്ഞിനെയും അവരുടെ 2 പിള്ളേരെയും കൂടെ ഒരുക്കി വെട്ടിയാറുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. അവിടെ കൺവെൻഷന് എനിക്ക് ഇരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ വിളിച്ച് പറയുന്നു, നിഷയെ വേണ്ട, നിഷയ്ക്ക് ഞങ്ങൾ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ നല്ലൊരു ജീവിതം ശരിയാക്കി തരാം, നീ എൻ്റെ കൂടെ നിൽക്കി, നിൻ്റെ ഹസ്ബൻഡിനെ അമ്മയെ എല്ലാവരെയും അകറ്റാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്ത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചോളാമെന്ന്. അതായത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഇവള് തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. നിഷയെ തട്ടിക്കൊണ്ടുപോയതായി കാണിച്ച് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് നീതിപീഠത്തെ അടക്കം കബളിപ്പിച്ചതായും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും VR രാജശേഖരൻ വ്യക്തമാക്കി. സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ഇത്തരം സംവിധാനങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ മേൽ ശക്തമായ നിയമ നടപടികൾ, ഇവരുടെ കൂടെയുള്ള പാസ്റ്റർമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷാ നടപടികൾ ഉറപ്പാക്കാത്ത പക്ഷം വിശ്വ ഹിന്ദു പരിഷത്ത് നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടും. ആ സമയത്ത് നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ മേലാളന്മാരെ ഹാലിളകിയിട്ടോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഹാലിളകിയിട്ടോ കാര്യമില്ല. കാരണം ഇത് ഓരോ കുടുംബങ്ങളെയും, ഹിന്ദു കുടുംബങ്ങളെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കൂട്ടർ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറാവണം, ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ തയ്യാറാവണം, പോലീസ് അധികാരികൾ തയ്യാറാവണം. അല്ലാത്ത പക്ഷം വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെ നേരിടുന്നതിന് വേണ്ടി അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. ഇതേസമയം ബന്ധുവായ പെൺകുട്ടിയെ ആപത്തിൽ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും ശരണ്യ പറയുന്നു. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.